ഇവളന്മാര് വരുമ്പോഴേക്കും പൊട്ടിയതിനു പകരം പുതിയ വിളക്കുകൾ ഉണ്ടാക്കി വെക്കും ഞാൻ. ആ ഹിറ്റ്ലർ അറിയാതെ വേണം ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ എങ്ങനെ ചെയ്യും? ഐഡിയ. അയ്യോ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അയ്യോ, പോയില്ലേ? ശോ. ആന്റി, ഇത് വാങ്ങ. പ്രിയ അറിഞ്ഞ ആകെ കുഴപ്പമാവും. എനിക്ക് ഈ പണം വേണ്ട. ഇത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചു. ഇതൊരു ദീപാവലി സമ്മാനം മാത്രമാണ്. ഇളയ മരുമകൻ തരുന്നതെന്ന് കരുതിയാ മതി. ഇതുകൊണ്ട് ആന്റിക്ക് അഭിമാനത്തോടെ അമരാവതിക്കാരുടെയും DKയുടെയും മുന്നിൽ നിവർന്നു നിൽക്കാൻ സാധിക്കും. മനസ്സിലായില്ല. അതെ, ദീപാവലിക്ക് മുൻപ് അമരാവതിയിൽ എല്ലാ വർഷവും ഒരു ചീട്ടുകളി മത്സരം നടത്താറുണ്ട്. ബന്ധുക്കളെയൊക്കെ ഒരു ക്ഷണിക്കും. ഇത്തവണ നിങ്ങളെയും ക്ഷണിക്കും. അവിടെ പോയി ചീട്ട് കളിച്ചാൽ ആന്റിക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് ഈ ക്യാഷ് ഞാൻ തരുന്നത്. കളിച്ച് ജയിച്ചില്ലെങ്കിൽ ഇതങ്ങ് പോട്ടേന്ന് വെക്കും, അത്ര തന്നെ. ആന്റി ജയിക്കും, എനിക്കുറപ്പാണ്. പിന്നെ ദീപാവലിയുടെ ചീട്ടുകളിൽ പങ്കെടുക്കാത്ത ബന്ധുക്കളെ അമരാവതിക്കാർ അംഗീകരിക്കുകയില്ല. ഈ കളി ജയിച്ചാൽ അമരാവതിയിൽ ആന്റിക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും. ആന്റി, വാങ്ങിക്കേ, വാങ്ങിച്ചോ. പിന്നെ പ്രിയയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആന്റി വേണം മാറ്റിയെടുക്കാൻ. എന്തുകൊണ്ടാണ് അവളെന്നെ ഇത്രമാത്രം കൊണ്ട് എതിർക്കുന്നതെന്ന് എനിക്കതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അത് ജ്യോതി പറഞ്ഞു കൊടുത്തായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ആന്റി വിചാരിച്ചാലേ ഈ കാര്യം നടക്കൂ. പാരമ്പര്യമായ എന്റെ അമ്മയുടെ ആഭരണങ്ങളും ഡയമണ്ട്സും എല്ലാം പ്രിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നീ എനിക്ക് പണം തന്നത് എന്നെ സന്തോഷിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. DKയേക്കാൾ വലിയ കുടുംബത്തിലേക്ക് പ്രിയമോളെ കെട്ടിച്ചുവിടണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ ഇപ്പൊ എന്തിനും തടസ്സം നിന്റെ ഡിവോഴ്സ് തന്നെയാ. നടക്കുമ്പോ എല്ലാം നിയമപരമായി തന്നെ നടക്കണം. അതുകൊണ്ടാ ഡിവോഴ്സ് വാങ്ങാതെ പ്രിയയെ നിന്റെ രണ്ടാം ഭാര്യയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ ആഗ്രഹിക്കുകയും വേണ്ട. ഈ പണം നിനക്ക് ഞാൻ തിരിച്ചു തരും. അയ്യോ, അതൊന്നും വേണ്ട. വേണം. കടം വാങ്ങിയതുകൊണ്ട് നിന്നോട് എനിക്ക് ഒരു കടപ്പാടുമില്ല.
ഇത് തിരിച്ചു തരുമ്പോ നമ്മൾ തമ്മിലുള്ള കടം തീരും. അത് കഴിഞ്ഞു മതി കടപ്പാട്. അപ്പൊ ശരി, നീ ചെല്ല്. പ്രിയമോള് കണ്ട എല്ലാം അവൾ അച്ഛനോട് പറയും. പിന്നെ നിന്നെ ഈ വീട്ടിൽ കയറാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല. നീ വേഗം പൊയ്ക്കോ. ശരി, പക്ഷേ ഞാൻ ഇനിയും വരും. നിന്റെ മനസ്സിലിരിപ്പ് അങ്ങനെ എളുപ്പത്തിൽ നടക്കുമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ എവിടെ നിർത്തണമെന്ന് ഈ ആശാലതയ്ക്ക് നല്ലതുപോലെ അറിയാം. ഒരു കോഫി കിട്ടാൻ എന്താ വഴി? ആ ബേക്കറിക്കാരോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട, കാപ്പിക്ക് വേറെ വല്ല കഷായവും കലക്കി തന്നിരിക്കും. തൽക്കാലം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാ ബുദ്ധി. ഈ ചെളി വീടിനകത്ത് എങ്ങനെ വന്നു? എടി ബേക്കറിക്കാരി, നീ എന്തായി കാണിക്കുന്നു? എന്റെ അമ്മേ, കണ്ടില്ലേ? ദീപാവലിക്കുള്ള വിളക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞാൻ. എനിക്കിത് ശീലമൊന്നുമില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. നീ വിളക്കുണ്ടാക്കാണോ അതോ ഈ വീട് മുഴുവൻ ചെളിയാക്കി നശിപ്പിക്കാണോ? നോക്ക്, നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്. എന്ത്? എന്റെ കൃഷ്ണ, ഇതാരും ഇങ്ങനെ വൃത്തിയേടാക്കിയത്? വേറെ ആര്? നീ തന്നെ. നിന്നെ ആരെ ഈ ജോലി ഏൽപ്പിച്ച? ലോകത്ത് വേറെ ആരെയും കിട്ടിയില്ലേ അമ്മയ്ക്ക് വിളക്കുണ്ടാക്കാൻ? നിന്നെ കൊണ്ട് പറ്റാത്ത പണിക്ക് നീ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? ഈ ചെളി എവിടുന്ന? ഓ, നിന്റെ തലയ്ക്കകത്തുനിന്നായിരിക്കും. ഇത്രയും ചെളി ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഭയങ്കരം തന്നെ. ചുമ്മാതല്ല, നീ എന്ത് ചെയ്താലും അത് മണ്ടത്തരായി പോകുന്നു. എല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതേ എല്ലാം പഠിച്ചിട്ടാണോ? ഇപ്പൊ നിങ്ങൾ തന്നെ കുക്കിംഗ് പഠിച്ചപ്പോ ആദ്യം ഉണ്ടാക്കിയതൊക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. കുറച്ചൊക്കെ കരിഞ്ഞും എന്തൊക്കെ അങ്ങ് പോയി കാണും. ദയപോയല്ലോ, ഇപ്പൊ സമാധാനമായല്ലോ. അല്ല, അതൊക്കെ നിങ്ങളുടെ തലയിൽ ചെളി ആയതുകൊണ്ടാണോ? ആണെങ്കി ബാക്കി ചെളി ഇങ്ങനെ കുടഞ്ഞിട്ടേക്ക് നമുക്ക് ബാക്കി വിളക്കുണ്ടാക്കാന്നേ. അല്ല പിന്നെ ഞാൻ വന്നപ്പോ മായ ഉണ്ടാക്കി വെച്ച വിളക്കൊക്കെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെതിരി കിടക്കുമായിരുന്നു. നീ തന്നെ ആയിരിക്കും പൊട്ടിച്ചത്. ബെസ്റ്റ്. ഞാനും. നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് വിശ്വാസേ ഇല്ലേ? മായ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. ഷോപ്പിംഗ് കഴിഞ്ഞവര് തിരിച്ചു വരുമ്പോ ഇതൊക്കെ പൊട്ടിച്ചത് ഞാനാണെന്ന് അവള് വിചാരിക്കും. അതുകൊണ്ടാ ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് തീരുമാനിച്ചത്. കുറച്ചു നേരം കഷ്ടപ്പെട്ടാ എന്തും ഉണ്ടാക്കാം. അതിന് കാക്ക മലർന്നു പറക്കണം. ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും നിനക്കൊരു മൺവിളക്കുണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോ ഈ വീട് നീ ഒരു ചെളിക്കൂനയാക്കും. അതെ, ദയവ് ചെയ്ത് ഈ വീടെങ്കിലും ഒന്ന് ബാക്കി വെക്കണം. മറ്റുള്ളവരോട് അവഗണന. അതെ, നിങ്ങൾ വലിയ കുശനിക്കാരനാണെന്ന് സ്വയം പുകഴ്ത്താറുണ്ടല്ലോ. കുശനിക്കാരൻ നിന്റെ
ഇവിടെ ജോലിക്കാരുമില്ലേ? നിങ്ങൾ തന്നെയല്ലേ അവരെല്ലാം പറഞ്ഞു വിട്ടത്? എനിക്ക് പണിഷ്മെന്റ് തരാൻ വേണ്ടിട്ടല്ലേ അവർക്കെല്ലാം നിങ്ങൾ ലീവ് കൊടുത്തിരിക്കുന്നത്? ഒറ്റ ഒരെണ്ണം ഈ പരിസരത്തില്ല. നീ ഈ വീട് മൊത്തം നശിപ്പിച്ചു. എന്തെന്നാ? അതെ, നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ വഴക്ക് പറയാൻ വേണ്ടി മാത്രം ജനിച്ചതാണോ? ദേ, പറ്റുമെങ്കിൽ ഈ വിളക്കുണ്ടാക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ സ്ഥലം വിട്. വെക്കോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ചെളി കൊണ്ട് അഭിഷേകം നടത്താനാണോ നിന്റെ ഉദ്ദേശം? അതെ. എന്റെ വീട്ടില് കത്തിക്കാനല്ല, നിങ്ങളുടെ വീട്ടില് കത്തിക്കാനാ ഈ വിളക്കുണ്ടാക്കുന്നത്. മര്യാദയ്ക്ക് കുറച്ചെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ നോക്ക് എന്റെ പൊന്നി ഹിറ്റ്ലറെ. പിടിക്ക്, ഉണ്ടാക്ക്. ഈശ്വരാ, ഇയാളിത് നല്ല ഭംഗിയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ രാക്ഷസൻ ഇതെങ്ങനെ പഠിച്ചു? ഈ മണ്ണ് കുഴച്ച് വിളക്കുണ്ടാക്കുന്നതേ അത്ര എളുപ്പമല്ല. ഇവിടെ ചിലരുടെ തലയിലെ ചെളി എടുത്തിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് നല്ല സൂപ്പർ വിളക്കുണ്ടാക്കിയാന്. ആദ്യം ഇത് വൃത്തിയായിട്ട് ചെയ്. ഒരു വിളക്കെങ്കിലും ഉണ്ടാക്കി കാണിച്ചിട്ട് മതി വീരവാദം പറയുന്നത്. എന്നെ കൊണ്ടിത് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്. കണ്ടോ, നോക്കിന്റെ നീളം കണ്ട തോന്നും ഒറ്റയടിക്ക് ഒരു ലോഡ് വിളക്കുണ്ടാക്കുന്നു. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്ക്. ഇങ്ങനെ കണ്ടോ, മനസ്സിലായോ? വർത്താനം പറയുന്ന പോലെ അല്ല വിളക്കുണ്ടാക്കുന്നത്. കൈയിട്. കണ്ണട ഒന്ന് കയറ്റി വെച്ചേ. ദേഹം മുഴുവൻ ചെളിയായി. നോക്കട്ടെ.
ഇപ്പൊ മോഡേൺ കൃഷിക്കാരന്റെ ഒരു ലുക്ക് ഉണ്ട്. സൂപ്പർ. ഈ ചെളിയോടുകൂടി ഞാനിങ്ങനെ മുറിക്കാത്ത കയറും. ചവിട്ടുന്നിടം മുഴുവൻ ചെളിയാവും. ദേ, നീ ഒറ്റ ഒരുത്തിയാ ഇതിനെല്ലാം കാരണം. ഞാനോ? അതെ. ഐഡിയ. എന്താ? വാ വാ പറയാ. വാ. എങ്ങോട്ട്? പറയാനേ. വാ വാ വരാൻ. വാ അങ്ങോട്ട് വാ. നീ എന്നത് എങ്ങോട്ട് കൊണ്ടുപോവാ? വാ. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? വരാൻ. വിട്. വാ ഏയ്, ഇങ്ങോട്ട് വാ. നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? എക്സിബിഷനിൽ കാഴ്ചവസ്തുവായിട്ട് നിൽക്കാനോ? ഈ കൊല്ലത്തിൽ നിങ്ങൾ എക്സിബിഷന് വെച്ചാ കാണാൻ ഒരാൾ പോലും വരില്ല. ഒരു ടിക്കറ്റ് പോലും വിൽക്കത്തില്ല. അതിനുള്ള മാർക്കറ്റ് ഒന്നും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ ഈ മരമോന്ത കാണാൻ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് വരുമോ? വരാ ഇങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് നടക്ക്. വാ. നിക്ക് ഇപ്പൊ വരാം. ഈ ബേക്കറിക്കാരി എന്താ ചെയ്യാൻ പോകുന്നത്? ഹിറ്റ്ലർ എവിടേക്കാ പോന്നെ? കുറച്ചേരം വെയിലത്ത് പോയി നിന്നാ മതി, ഉണങ്ങിക്കോളും.
ചെളി. അമ്മയുടെ മരുമകളെ കാവലേൽപ്പിച്ചിട്ടാണല്ലോ നമ്മള് പോയത്. അവള് ചെയ്തതാവും. അവൾ ഈ വീടെടുത്ത് തലകുത്തനെ വെച്ച് അതിന്റെ മുകളിൽ പന്തല് കെട്ടി ഉത്സവം നടത്തുന്ന പാർട്ടിയാ. ചെളിക്കുണ്ടത്തില് പോത്തിനെ കൊണ്ട് ഉഴുതു മറിച്ചതുപോലെയുണ്ട്. ഡേക്കയും ജ്യോതിയും കൂടി ഇനി അടിയിട്ട് കാണൂ? ഏയ്, അതാവില്ല. വണ്ടിന്ന് കവറിലെടുത്തോ നിങ്ങള്? എടുത്തമ്മ. എന്നാ വാ. ഞാനിതെല്ലാം പൊട്ടിച്ചു കളഞ്ഞതാണല്ലോ, പിന്നിതെങ്ങനെ വന്നു? അവൾക്കൊരു പണി കൊടുക്കാന്ന് വിചാരിച്ചത് മുഴുവൻ വെറുതെ ആയല്ലോ. മൺചിരാതെ പൊട്ടിയതിന്റെ കുറ്റം അവളുടെ തലയിൽ വെച്ച് കെട്ടി 8ന്റെ പണി കൊടുക്കാന്ന് വെച്ചപ്പോ അവിടെ അവള് തന്നെ സ്കോർ ചെയ്തല്ലോ ഭഗവാനെ. അല്ല, വിളക്കുണ്ടാക്കാൻ ഇവൾക്ക് അറിയില്ലല്ലോ, പിന്നെ ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഈ മൺചിരാതെല്ലാം ആരാ ഉണ്ടാക്കിയത്? നീയാണോ? ഞാനുണ്ടാക്കിയതൊക്കെ അങ്ങ് മുകളിലെ അമ്മേ. അമ്മേ, ഞാനാ ഇതെല്ലാം ഉണ്ടാക്കിയത്. ആഹാ, കൊള്ളാലോ. ബഹുത്തച്ച. ഞാൻ മാത്രല്ലമ്മേ, ഒരാള് കൂടി സഹായിച്ചിട്ടാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. മായ കുറച്ച് വിളക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. ദേ, ഈ ഇരിക്കുന്നതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഞങ്ങളോ? ആരാ ഈ ഞങ്ങള്? ഞാനും DKയും. ഈശ്വര, പണി പാളിയോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. മൺചിരാതുണ്ടാക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ ഒന്നുപോലും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് DK തന്നെയാ എന്നെ സഹായിക്കാൻ വന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആ വിളക്കിന്റെ ഷേപ്പ് അങ്ങോട്ട് വരുന്നതേയില്ല. ഒടുവില് DK തന്നെ എന്റെ അടുത്തിരുന്ന് എന്റെ കൈ പിടിച്ച് വിളക്കുണ്ടാക്കാൻ പഠിപ്പിച്ചു.